നോ പറയേണ്ട സമയത്ത് അത് പറയുന്നയാളാണ് ഞാൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ശ്വേതാ മേനോന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. സിനിമയിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും പോരാടേണ്ട സമയങ്ങൾ തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും അന്ന് പോരാടിയിട്ടുണ്ടെന്നും ആ പ്രതികരണത്തിനൊപ്പം അവർ പറയുകയുണ്ടായി. ആ പോരാട്ടം അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോഴും ശ്വേത തുടർന്നിരുന്നു. അമ്മയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റ് ആകാൻ ഇറങ്ങിത്തിരിച്ച ശ്വേതയ്ക്ക് നേരെ ചില തൽപര കക്ഷികൾ അതൃപ്തി പ്രകടിപ്പിച്ചത് ഒരു സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. വ്യക്തിഹത്യ ചെയ്തും മാനം കെടുത്തിയും തളർത്താനും പിന്തിരിപ്പിക്കാനുമായിരുന്നു അവരുടെ ആ ശ്രമം. മലയാളിയുടെ കപട സദാചാരത്തിന്റെ മറപറ്റിയുള്ള ഒട്ടും നൈതികമല്ലാത്ത നീക്കമെന്ന് തന്നെ പറയാം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സര രംഗത്തുണ്ടായിരുന്ന ജഗദീഷ് പിന്മാറിയതോടെയാണ് കേട്ടാലറയ്ക്കുന്ന ആരോപണങ്ങളുമായി ചിലർ രംഗത്തെത്തിയത്. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് ശ്വേത പണം സമ്പാദിച്ചു, അടുത്തിടപഴകി അഭിനയിച്ച രംഗങ്ങൾ അശ്ലീല വെബ്സൈറ്റുകളിൽ പ്രചരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ആ പരാതിയിലെ ഉള്ളടക്കം. പക്ഷേ അശ്ലീലമെന്ന് ചൂണ്ടിക്കാട്ടിയ ആ ചിത്രത്തിനാണ് ശ്വേതയ്ക്ക് സംസ്ഥാന പുരസ്കാരം ലഭിച്ചിട്ടുള്ളതെന്ന് കപട സദാചാരവാദികളും അവരെ ഇറക്കി പിന്നിൽ നിന്ന് കളിച്ചവരും മറന്നു. ശ്വേത അഭിനയിച്ച രംഗങ്ങളിലൊന്നും തനിച്ചായിരുന്നില്ലെന്നും അപ്പുറത്ത് ഒരു പുരുഷനുണ്ടായിരുന്നെന്നും അവർ മറന്നു. ആ നടന്മാർക്കൊന്നുമില്ലാത്ത പ്രശ്നം എന്തുകൊണ്ട് ശ്വേതയ്ക്ക് നേരെ ഉയരുന്നു? അതിന് ഉത്തരം ഒന്നു മാത്രമേയുള്ളൂ: നിവർന്നു നിൽക്കാൻ കെൽപ്പുള്ള സ്ത്രീകളെ മാനം കെടുത്തി തളർത്തി പിന്തിരിപ്പിക്കുക, അധികാര കസേരയിലേക്കുള്ള അവളുടെ ചുവടുകളെ പരമാവധി തടയുക. അതിനു പറ്റിയ ഇരയായിരുന്നു എതിരാളികൾക്ക് ശ്വേത. കാരണം സമൂഹത്തിന്റെ പൊതുമാനദണ്ഡങ്ങൾക്കുള്ളിൽ കൂച്ചുവിലങ്ങിട്ട് നിന്നിരുന്ന അടക്കവും ഒതുക്കവുമുള്ള ഒരു നടിയോ പെണ്ണോ ആയിരുന്നില്ല ശ്വേത. അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞു, ഗ്ലാമർ വേഷങ്ങളിൽ നായകനൊപ്പം ആടിപ്പാടി. നായകൻ ആരെന്ന് നോക്കി സാറ്റലൈറ്റ് റേറ്റുകൾ നിശ്ചയിക്കപ്പെടുന്ന ലൈറ്റ് ബോയ് മുതൽ സംവിധായകൻ വരെയുള്ള ശ്രേണിയിൽ ഭൂരിപക്ഷവും പുരുഷന്മാരായതുകൊണ്ട് തന്നെ ആണഹന്തയും മാടമ്പിത്തരവും വേണ്ടുവോളമുള്ള ആ പുരുഷ കേന്ദ്രീകൃത ഷോ ബിസിനസ്സിൽ ശ്വേതാ മേനോൻ എന്ന പേരിനെ മലയാളികൾ തുടക്കം മുതൽ നോക്കിക്കണ്ടത് മറ്റു രീതിയിലാണ്. അവർക്ക് കാമസൂത്രയിൽ അഭിനയിച്ച മോഡലും പുളകം കൊള്ളിക്കുന്ന രതിചേച്ചിയും മാത്രമായിരുന്നു. അത് അല്പമെങ്കിലും മാറുന്നത് മിനി സ്ക്രീനിലെ ഒരു റിയാലിറ്റി ഷോയിലെ ഹോസ്റ്റായി അവരെത്തുന്നതോടെയാണ്. വിവാഹം കഴിഞ്ഞ് സാരിയുടുത്ത് സിന്ദൂരമണിഞ്ഞെത്തിയ ശ്വേതയെ അവർ കയ്യും നീട്ടി സ്വീകരിച്ചു. വളകാപ്പ് നടത്തി പ്രസവത്തിനയച്ചു. പക്ഷേ കളിമൺ എന്ന സിനിമയ്ക്ക് വേണ്ടി സ്വന്തം പ്രസവം ചിത്രീകരിച്ചെന്ന പേരിൽ അവർക്ക് നേരെ സമൂഹം വീണ്ടും കല്ലെറിഞ്ഞു. പ്രസവം ചിത്രീകരിച്ചത് പോയിട്ട് ഭർത്താവ് അവർക്കൊപ്പം ലേബർ റൂമിൽ കയറിയത് പോലും അന്നത്തെ സ്ത്രീകളടക്കമുള്ള സമൂഹത്തിന് ദഹിക്കുന്നതായിരുന്നില്ല. ശ്വേത അവർക്ക് മുന്നിൽ ഒന്നിനും മടിക്കാത്ത ഒരുമ്പെട്ടവളായി. വ്യക്തി ജീവിതത്തിൽ സ്ലീവ്ലെസ് ധരിക്കാൻ പോലും വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞ ശ്വേതയെ അവർ അഭിനയിച്ച വേഷങ്ങളുടെയും ധരിച്ച വസ്ത്രങ്ങളുടെയും പേരിൽ മാത്രം അളന്നു. പക്ഷേ ബ്യൂട്ടിക്കൊപ്പം ബോൾഡ്നെസ്സും വേണ്ടുവോളമുള്ള സ്ത്രീയായിരുന്നു ശ്വേത. ഞാൻ പുരുഷന്മാരെ ഫ്ലേർട്ട് ചെയ്യാറുണ്ടെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്ര സ്ത്രീകൾക്ക് ഒരു പേടിയും കൂടാതെ തുറന്നു പറയാനാകും? ആ തൻ്റെ ഇടത്തിൻ്റെ കൂടി പേരായിരുന്നു ശ്വേത. താരസംഘടനയായ അമ്മ രൂപം കൊണ്ട് 3 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. മുരളിക്കും മധുവിനും ഇന്നസെന്റിനും മോഹൻലാലിനും തുടർച്ചയായി അധ്യക്ഷസ്ഥാനത്തേക്ക് ശ്വേത വരുമ്പോൾ അവർക്ക് ഇടവും വലവുമായി കരുത്തു പകരാൻ കുക്കു പരമേശ്വരനും ലക്ഷ്മിപ്രിയയും അൻസുബയും ഒപ്പമുണ്ട്. 4 പെണ്ണുങ്ങൾ. ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പറഞ്ഞതുപോലെ നേതൃസ്ഥാനത്ത് തങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഒരു സ്ത്രീയുണ്ടെന്ന വിശ്വാസത്തിൽ സ്ത്രീകൾക്ക് ഇനി ധൈര്യമായി പരാതിയുമായി അവിടെ എത്താം. ഇവർ പ്രതീക്ഷയാണ്. സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിനൊപ്പം മലയാള സിനിമയിലെ താരങ്ങളെ എല്ലാ അർത്ഥത്തിലും നയിക്കാൻ കെൽപ്പുള്ളവരാണിവർ. അളവറ്റ ആണധികാര പ്രയോഗങ്ങളുടെ പേരിൽ അനേകം തവണ വിമർശിക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണ് അമ്മ. അതുകൊണ്ട് തന്നെ ചരിത്രപരമായ ആ അനീതികൾക്കുള്ള പരിഹാരവും മറുപടിയും കൂടിയാണ് അമ്മയുടെ തലപ്പത്തേക്കുള്ള സ്ത്രീകളുടെ ഈ വിജയം. എല്ലാത്തിൻ്റെയും തുടക്കം ആ ദിവസത്തിൽ നിന്നാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള യാത്രയിൽ കൊട്ടേഷൻ സംഘങ്ങളാൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട ആ നടി അന്ന് ഇത് തൻ്റെ വിധിയെന്ന് കരുതി മിണ്ടാതിരുന്നുവെങ്കിൽ ഒരു കാലത്തും സിനിമയിലെ ആണധികാരം വിചാരണ ചെയ്യപ്പെടുമായിരുന്നില്ല. ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം നിന്ന് സിനിമാ ലോകത്ത് സ്ത്രീ വിവേചനങ്ങളെ തുറന്നു കാട്ടാൻ തങ്ങളുടെ കരിയർ പോലും ബലി കൊടുത്ത് ഇറങ്ങിത്തിരിച്ച ഏതാനും വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ കൂടി പോരാട്ടങ്ങളുടെ വിജയമാണിത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവരെ കൂടി ഓർക്കാതെ പിന്നിടാനാവില്ല. പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പിന് ശേഷം അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗം ഓഗസ്റ്റ് 20-ന് കൊച്ചിയിലെ അമ്മ ഓഫീസിൽ നടന്നു. സംഘടനയുടെ 32ാമത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയായിരുന്നു ഈ കഴിഞ്ഞത്. കലൂരിലെ അമ്മ ഓഫീസിലെത്തി ചുമതലയേറ്റതിന് പിന്നാലെ ചേർന്ന ആദ്യ എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ തീരുമാനങ്ങൾ മാധ്യമങ്ങളോടും പങ്കുവെക്കുകയുണ്ടായി. പ്രസിഡന്റ് ശ്വേതാ മേനോൻ, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങളും അഭിനേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു.
നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവർ എല്ലാവരും ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു. ഇത്ര വർഷത്തെ അനുഭവം വെച്ച് വളരെ മനോഹരമായ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗമായിരുന്നു നടന്നതെന്ന് യോഗത്തിന് ശേഷം ശ്വേതാ മേനോൻ പറഞ്ഞു. അമ്മയുടെ അംഗങ്ങളുടെ സുരക്ഷയാണ് തങ്ങളുടെ ഏവരുടെയും പ്രധാന ലക്ഷ്യമെന്നും പ്രസിഡന്റായ ശ്വേത പറയുന്നു. അമ്മയിലെ ചില വനിതാ അംഗങ്ങളെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി നടത്തിയ ചർച്ചയ്ക്കിടെ അവർ പരാതി പറയുന്ന ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് മെമ്മറി കാർഡിലാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കുമെന്നും ശ്വേതാ മേനോൻ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. എക്സിക്യൂട്ടീവ് യോഗത്തിൽ അംഗങ്ങൾക്കിടയിലെ പരാതികളെല്ലാം ചർച്ചയായെന്നും പരിഹരിക്കാൻ ഉപസമിതികൾ രൂപീകരിക്കുമെന്നും എല്ലാവരുടെയും പരാതികൾ കേൾക്കുമെന്നും യോഗത്തിന് ശേഷം ശ്വേത വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി മലയാള സിനിമാ മേഖലയിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന്. എന്തായാലും പുതിയ ഭാരവാഹികൾ അധികാരത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ്, ഏതൊക്കെ പ്രശ്നങ്ങൾക്ക് എത്ര വേഗത്തിലാണ് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നത് എന്നൊക്കെ കണ്ടു തന്നെ അറിയാം.